إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇണകളാക്കി സൃഷ്ടിച്ചതിൻ്റെ ഹിക്മത്തിനെ കുറിച്ചാണ് നാം ഇപ്പോൾ ഓതി വെച്ച ആയത്തിൽ സൂറത്തുൻ നഹലിൻ്റെ 72-ാമത്തെ വചനത്തിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള മനുഷ്യനായി തന്നെയുള്ള ഇണകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ, ആ ഇണകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും എല്ലാം നൽകിയിരിക്കുന്നു. നമ്മളുടെ മാനവകുലത്തിൻ്റെ തലമുറയുടെയൊക്കെ കാര്യം അത് അള്ളാഹു വിവാഹത്തിലൂടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ആയത്തിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. വിവാഹത്തിന്റെ പ്രാധാന്യവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ്. ഈയിടെ ഭർതൃവീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത തട്ടമിട്ട പെൺകുട്ടികളുടെ ഒരുപാട് വാർത്തകൾ നമ്മളുടെ മുന്നിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ ഈ ഭർതൃവീട്ടുകാരുടെ പ്രയാസവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ട വാർത്തകൾ വളരെ സജീവമായി നമുക്ക് മുന്നിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ വിവാഹമാണ് വില്ലൻ, വിവാഹം കഴിക്കാതിരിക്കലാണ് പരിഹാരം എന്ന രീതിയിൽ വിവാഹത്തെ എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന, അതുപോലെ തന്നെ സ്വയം തലയിലെടുത്തു വെക്കുന്ന ഒരു കെണി എന്ന രീതിയിൽ അവതരിപ്പിക്കുവാനുള്ള യുക്തിവാദികളുടെയും ലിബറലിസ്റ്റുകളുടെയൊക്കെ ശ്രമങ്ങൾ വളരെ സജീവമായി നമ്മുടെ പരിസരത്തുണ്ട്. അതുപോലെ തന്നെ അത് പലപ്പോഴും നമ്മൾ തന്നെ തമാശക്ക് വേണ്ടിയാണോ പറയുന്നത്, അതല്ല കാര്യമായിട്ടാണോ പറയുന്നത് എന്നറിയാത്ത രീതിയിൽ പെണ്ണുകെട്ടിയാൽ കാലുകെട്ടി, കെട്ടിയവൻ പെട്ടു എന്നൊക്കെ രീതിയിലുള്ള സംസാരങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ പലപ്പോഴും കടന്നു വരികയും ചെയ്യാറുണ്ട്. എന്നാൽ ഇസ്ലാം വിവാഹത്തെ നമ്മളോട് മുന്നോട്ട് വെക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇദാ തസവ്വജൽ അബ്ദ്, ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ, അവന്റെ ദീനിന്റെ പാതിയെയാണ് അവിടെ പൂർത്തീകരിക്കുന്നത്, സംരക്ഷിക്കുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫത്തഖില്ലാഹ ഫിൻ നിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള ആ പകുതിയിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എത്ര വലിയൊരു വർത്തമാനമാണ്, എത്ര വലിയൊരു പ്രതിരോധമായാണ് തിന്മകളുടെ വഴികളിൽ നിന്നെല്ലാം മനുഷ്യനെ തടുത്തു നിർത്തുന്ന ഒരു മനോഹരമായ സംവിധാനമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ
നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ അതിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ആ സിസ്റ്റം തന്നെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു രീതി, ഒരാൾ ഇസ്ലാം മനുഷ്യന് പകർന്നു കൊടുത്ത അറിവുകൾ അത് മനുഷ്യന് സമാധാനത്തോടു കൂടി ഈ ലോകത്ത് ജീവിച്ച് തീർക്കുവാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ ഇസ്ലാം പറഞ്ഞത് കേൾക്കാതെ പലിശയുടെ തിന്മകളുടെ ഒക്കെ വഴിയിൽ പോയാൽ അവന് സമാധാനം ഉണ്ടാവുമോ? അവൻ അസ്വസ്ഥമായൊരു ജീവിതമായിരിക്കും ഉണ്ടാവുക. അതിന് കാരണം അവൻ പോയ വഴികൾ തെറ്റായി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന വിവാഹത്തിലെ ഒരു മാധുര്യം, അതിന്റെ മനോഹാരിത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബുൽ ആസ് ബദ്ർ യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. സൈനബ് റളിയല്ലാഹു അൻഹ അബുൽ ആസിനെ മോചിപ്പിക്കുവാൻ വേണ്ടി ഒരു മാല, അതിന് പകരമായിക്കൊണ്ട് ഒരു മൂല്യമുള്ള ഒരു മാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, റസൂലിന്റെ അടുക്കലേക്ക്. ആ മാല മറ്റുള്ള ആളുകളാൽ അബുൽ ആസിന്റെ മോചനത്തിന് വേണ്ടി എത്തുന്ന സമയത്ത് ആ മാല കണ്ടതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. റസൂലിന് മനസ്സിലായി ഇത് സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണ ദിവസം അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ സമ്മാനമായി കൊടുത്ത മാലയാണത്. അത് കണ്ടതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഓർമ്മകൾ തുളുമ്പുന്ന ഒരു വസ്തു കണ്ടതോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയും അത് തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു. എത്രമാത്രമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുണ്ടായിരുന്ന സ്നേഹം. ഒരിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച്, ഹിജ്റക്ക് മുൻപാണ് ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നത്. ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രത്തിൽ ആ വർഷത്തിന് പേരുണ്ട്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഹാല ബിൻത് ഹുവൈലിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി കടന്നു വരികയാണ്. ഹാല വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു വീട്ടിലേക്ക് കയറാൻ അനുവാദം ചോദിച്ചപ്പോൾ ആ ശബ്ദം കേട്ടപ്പോ, സഹോദരിമാരുടെയൊക്കെ ശബ്ദം ചിലപ്പോൾ ഒരേപോലെ ഇരിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ശബ്ദം കേട്ടതും പെട്ടെന്ന് ഖദീജ തന്റെ മുന്നിൽ വന്നു നിന്നോ എന്ന് തോന്നിപ്പോയി. വന്നു നോക്കുമ്പോ ഹാലയാണ് ഉള്ളിലേക്ക് വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഹാലയാണോ വന്നത്? ഞാൻ എന്റെ ഖദീജയാണെന്ന് വിചാരിച്ചു പോയി എന്ന് മനസ്സിൽ സ്നേഹം തുളുമ്പുന്ന ഒരു വർത്തമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിൽക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് ഈ സംഭവം പറഞ്ഞു തരുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഗിർതു, എനിക്ക് ഈറണ്ടായി. നമ്മള് ഈറ എന്ന് പറയും മലയാളത്തില്. ഈ ഗീറ എന്ന പ്രയോഗത്തിന് അറബിയിൽ അതൊരു ദേഷ്യം പിടിക്കുമ്പോണ്ടാണ് ഈ ഈറ എന്ന് പറയുന്നത്. പക്ഷെ ആ ദേഷ്യത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ ഗളബ് അല്ല അത്. നമ്മള് ഈ കുട്ടികള്, നമ്മളെ മക്കളുടെ സന്നിധിയിൽ, ചെറിയ മക്കളുടെ മുന്നിൽ നമ്മൾ മറ്റൊരാളുടെ കുട്ടിയെ എടുത്തിട്ട് ഇതിന്റെ കുട്ടിയാണ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ എന്താ ചെയ്യുക? നമ്മളെ കുട്ടി ദേഷ്യം പിടിക്കും. അത് വെറുപ്പുകൊണ്ടുള്ളതാ? അതെന്റെ ഉമ്മയുടെ മേല് മറ്റൊരു കുട്ടി നിൽക്കുന്നതിന്റെ ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ദേഷ്യമാണ്. അതിനെയാണ് ഗീറ എന്ന് പറയുക. ഫഗിർതു, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലിന്റെ മനസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം ഉണ്ടാകണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന റസൂലിനെ കണ്ടപ്പോ ഞാൻ ദേഷ്യപ്പെട്ടു. അവിടെ എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ആ ദേഷ്യത്തിൽ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. എന്താണ്? ആ വയസ്സത്തിയായ, പല്ലുപോയി കവിളൊട്ടിയ ആ പെണ്ണിനെ കുറിച്ചാണോ? കാലങ്ങൾക്ക് മുൻപേ മരിച്ചുപോയ ആ സ്ത്രീ, അവരെ കുറിച്ചാണോ റസൂലെ താങ്കൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? അവളെക്കാൾ ഉന്നതയായ ഒരാളെ അള്ളാഹു താങ്കൾക്ക് പകരം തന്നില്ല റസൂലേ എന്ന് റസൂലിനോടൊരൽപ്പം ഈ ഈറയോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്. റസൂലിന്റെ മുഖം മാറി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി മാ അബ്ദലനി ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഉന്നതമായ ഒന്നിനെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. അല്ലാഹു സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചില ക്വാളിറ്റികൾ പറയുന്നുണ്ട്. ആമനത് ബി ഇത് കഫറന്നാസ്,
ജനങ്ങൾ മുഴുവൻ എന്നെ നിഷേധിച്ചപ്പോ എന്നോട് ചേർന്നു നിന്നവളാണ്, എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്റെ കൂടെ നിന്നവളാണ് ഖദീജ. വസദ്ദഖതനി ഇത് കദബനി അന്നാസ്, ജനങ്ങളെല്ലാം എന്നെ കള്ളൻ എന്ന് വിളിച്ചപ്പോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചവളാണ് എന്റെ ഖദീജ. വവാസതനി ബിമാലിഹ ഇത് ഹറമനി അന്നാസ്, ജനങ്ങളെല്ലാം അവരുടെ സമ്പത്ത് എനിക്ക് തടഞ്ഞ സമയത്ത് അവരുടെ സമ്പത്ത് നൽകി എന്നെ സമാശ്വസിപ്പിച്ചവരാണ് എന്റെ ഖദീജ. അള്ളാഹുവാണ് ഖദീജയേക്കാൾ ഉന്നതയായ ഒരാളെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല. ഇത് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തന്നെ പറയാണ്, പിന്നെ ഞാൻ റസൂലിനെ ഖദീജ റളിയല്ലാഹുവിനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതിനേക്കാൾ ശക്തമായത് പിന്നെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഭാര്യ ഭർത്തൃ സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊരു വലിയ ഹിക്മത്ത് കൂടിയുണ്ട്, ഭാര്യമാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹിക്മത്ത് എന്ന് വെച്ചാൽ, ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് സ്ത്രീയുടെ സപ്പോർട്ടാണ്, പിന്തുണയാണ്. അയാൾക്ക് ലക്ഷങ്ങളുടെ പിന്നെ ഒരു ബിസിനസ് അയാൾ പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിലേക്ക് വരും. ചിലപ്പോ അയാൾ അങ്ങനെ തകർന്നു വരുന്ന സമയത്ത് അയാൾ ആഗ്രഹിക്കുന്നത് ഭാര്യയുടെ സപ്പോർട്ടാണ്, പിന്തുണയാണ്. അവിടെ ആയിരിക്കും ചിലപ്പോൾ സ്ത്രീകൾ പറയാ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇത് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ സ്ഥലം വാങ്ങിയിടാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാണ് വെറുതെ ബിസിനസ് ഇറക്കിയത്, അത് നാശാക്കാൻ നിന്നത്, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഈ രീതിയിൽ പറഞ്ഞാൽ അവിടെ പിന്തുണ, ഈ പണമൊന്നും നഷ്ടപ്പെട്ടതാകില്ല അയാളുടെ സങ്കടം. താൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഭാര്യയുടെ പിന്തുണ കിട്ടാതിരിക്കുന്നതായിരിക്കും. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു താങ്ങ്, ഒരു പിന്തുണ ആഗ്രഹിക്കുന്ന സമയത്ത് കൂടെ നിന്ന ഖദീജ റളിയല്ലാഹു അൻഹയിൽ നമുക്ക് മുസ്ലിം ഉമ്മമാർക്ക് വലിയ മാതൃകയുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള സ്നേഹം, മനോഹരമായ സ്നേഹം നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഹബശക്കാരായ ചില ആളുകൾ ചില ഈ കുന്തം കൊണ്ടൊക്കെയുള്ള ചില അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചൊരു കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആയിഷ നിനക്ക് കാണണോ? അപ്പം ആയിഷ റളിയല്ലാഹു അൻഹ കാണണം എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് തന്റെ മുഖം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ റസൂലിന്റെ കവിളിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ആ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂൽ ഇടയ്ക്കാണ് ചോദിക്കണ്ടേ, ഹസ്ബുക്കി നിനക്ക് മതിയായോ ആയിഷ? അപ്പം ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, എനിക്കും മതിയായിട്ടില്ല, എനിക്ക് ഇനിയും കാണണം എന്ന് പറയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പറയാണ്, വമാലി വലഅബുൽ ഹബ്ശ, എനിക്കും ഈ ഹബശക്കാരുടെ കളിക്കും തമ്മിൽ എന്താണ്, എനിക്കതൊരു ഇഷ്ടമില്ല കാണാൻ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, വലാകിന്നി അഹ്ബബ്തു അൻ യബ്ലഗ അന്നിസാഅ മഖാമഹു ലി വമകാനി മിൻഹു, റസൂലിന്റെ അടുക്കൽ എനിക്കുള്ള സ്ഥാനം മറ്റു സ്ത്രീകൾക്ക് കാണിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ റസൂലിന്റെ അടുക്കൽ എനിക്കുള്ള സ്ഥാനം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്, അല്ലാതെ ആ കളിയൊന്നും കാണാൻ എനിക്കൊരു ഇഷ്ടം ഉണ്ടായത് കൊണ്ടല്ല എന്നൊക്കെ പറയുന്ന മനോഹരമായ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണം ഭാര്യമാർക്ക് മുന്നിൽ വീരനാകാനും അതുപോലെ തന്നെ അവരെ കൈകൊരുത്തുകൊണ്ട് അടക്കി നിർത്തുന്നത് വലിയ ധീരനും അത് തന്റെ അഭിമാനവും ഒക്കെ ആയി കാണുന്ന, വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്ത ഒരു സമീപനം പലപ്പോഴും ആളുകളിൽ നിന്നുണ്ടാകും. ഇവിടെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് കെയർ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. അവിടെ നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വന്നവളാണ് അവൾ. നമ്മളുടെ പിന്തുണയും നമ്മളുടെ സപ്പോർട്ടും എല്ലാം വല്ലാതെ ആഗ്രഹിക്കുന്നവരാണവർ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഖൈറുക്കും ലി അഹ്ലി, നാട്ടുകാരോടൊക്കെ എത്ര നല്ല സ്വഭാവത്തോട് പെരുമാറിയിട്ടും കാര്യമല്ല, നിങ്ങളിൽ ഉത്തമർ നിങ്ങളുടെ കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. മാ അക്രമൻ നിസാഅ ഇല്ലാ കരീം, മാന്യനല്ലാതെ സ്ത്രീയെ ആദരിക്കുകയില്ല. വലാ അഹാനഹുന്ന ഇല്ലാ ലഈൻ, അതുപോലെ തന്നെ മോശപ്പെട്ടവനല്ലാതെ നിന്ദ്യനല്ലാതെ സ്ത്രീകളെ നിന്ദിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. പലപ്പോഴും ഒന്ന് തോറ്റു കൊടുത്താൽ പിന്നെ തീരുന്നതായിരിക്കും പല പ്രശ്നങ്ങളും. ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മറ്റൊരു റസൂലിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരല്പം ഭക്ഷണം കൊണ്ടുവരാണ്. ഒരു പാത്രത്തിൽ ഒരു ഖാദിമാണ്, ഒരു സേവകനാണ് അത് കൊണ്ടുവരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് നീട്ടിയതും ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ തട്ടാണ് പാത്രം. അത് ഈ ഈറയാണ്, റസൂലിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പോകുമെന്നുണ്ടാ ആ ഒരു ഈറ, അതിൽ നിന്നുണ്ടായതാണത്. ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആളുകൾ ഉള്ളിടത്തു നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്.
നമ്മൾ എന്തായിരിക്കും, നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഭക്ഷണമാണ് നിലത്തേക്ക് വീണത്, നമുക്ക് സഹിക്കണ കാര്യമല്ല. പക്ഷേ ആളുകൾ ഉള്ളൊരു സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും ചെയ്തില്ല. ഹാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ഈറ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലത്ത് വീണ ഭക്ഷണമെല്ലാം അതിൽ നിന്ന് പൊടി തട്ടിയിട്ട് അത് മറ്റൊരു പാത്രത്തിലാക്കി തിരിച്ചയക്കാണ് ചെയ്തത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ. വലിയൊരു പ്രശ്നം ഉണ്ടായ ഒരു വേദിയായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് റസൂൽ അതിനെ പരിഹരിച്ചത്. നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായത് കൊണ്ട് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. എന്നാൽ നിങ്ങളുടെ ബദ്ധവൈരികൾ, നിങ്ങളുടെ കഠിന ശത്രുക്കൾ പോലും നിങ്ങളുടെ ഉറ്റ കൂട്ടുകാരായി മാറുന്ന അവസ്ഥയുണ്ടാകും. തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്, നന്മ കൊണ്ട് നേരിടുക എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ കുടുംബത്തിൽ അതുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലിസ് സ്വലാത്തി വഅസ്കസ് സലാമി വഅതമ്മത് തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പലപ്പോഴും കുടുംബങ്ങളിൽ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ ആളുകൾ മറന്നുപോകും. സ്നേഹമൊക്കെ ഉണ്ട്, ഭാര്യക്കും ഭർത്താവിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹമുണ്ട്. പക്ഷെ ഈ സ്നേഹ പ്രകടനം പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു ഗിഫ്റ്റ്, എന്തെങ്കിലും നിസ്സാരമായ ഒരു വസ്തു നമ്മൾ സ്നേഹത്തോടു കൂടി ഒന്ന് ഭാര്യയ്ക്ക് സമ്മാനിച്ചു, അതൊക്കെ ചെറിയ വിവാഹത്തിന്റെ തുടക്കത്തിലുള്ള ആളുകൾ മാത്രം ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമല്ല. ഭാര്യയും ഭർത്താവുമാണ് തമ്മിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ഹദിയയും ഗിഫ്റ്റും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഐ ലവ് യു, ഐ വാല്യൂ യു, ഞാൻ നിന്നെ വിലമതിക്കുന്നു, നിന്നെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് എന്ന് പറയാൻ നമ്മൾ മറക്കാൻ പറ്റും അല്ലേ? നമ്മൾ പ്രകടിപ്പിക്കേണ്ടതില്ലേ? സ്നേഹത്തെ പ്രകടിപ്പിക്കുക എന്നത് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആ സ്നേഹപ്രകടനം കാണാൻ കഴിയും. ഭാര്യമാരോട്, മക്കളോട്, ഫാത്തിമത്തു ബിദ്ഉം മിന്നി, ഫാത്തിമ എന്നിൽപ്പെട്ടവളാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്. മക്കളോടും ഭാര്യമാരോടും ഒക്കെ എപ്പോഴും ഈ കയർത്ത് സംസാരിക്കലല്ല സ്നേഹം. അത് ചിലപ്പോ നമ്മൾ വിചാരിക്കും, ഈ പല ആൾക്കാർക്കും ഈ കയർത്ത് സംസാരിക്കാനേ അറിയുള്ളൂ. അതിന്റെ ഇടയിൽ ഈ സ്നേഹപ്രകടനം മറന്നു പോകും. ചിലപ്പോൾ അവർ തെറ്റിദ്ധരിക്കും നമുക്ക് അവരോട് സ്നേഹമല്ലേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്ന അഅ്ളമ സ്വദഖ, ഏറ്റവും മഹത്തായ സ്വദഖ എന്താണെന്ന് അറിയുമോ? ലുഖ്മതൻ യളഉഹ അർറജുലു ഫീ ഫമി സൗജതി, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയാണ് ഏറ്റവും വലിയ സ്വദഖ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഗിഫ്റ്റ് ഒന്നും കൊടുക്കണ്ട, ഒരു ഉരുള ഭക്ഷണം തന്റെ ഭാര്യയുടെ വായിലേക്ക് സ്നേഹത്തോടു കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നത്, അത് തന്നെ കെട്ടിമൂടിയ കാർമേഘക്കെട്ടുകളെല്ലാം ഇല്ലാതെയായി പോകുവാൻ പ്രാപ്തമാകുന്ന കാര്യമാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. കുടുംബം, വിവാഹം എന്നതൊക്കെ അത്രമേൽ മനോഹരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള, ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ദീൻ എപ്പോഴും മുന്നിലുള്ള രീതിയിൽ നമ്മൾ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ കുടുംബം, വൈവാഹിക ജീവിതം മനോഹരമാകും എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിക്കുന്ന കുടുംബങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا.
اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا، واجعله شفيعا وحجة لنا يوم القيامة. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.